Hi, I'm Thesnim Azeez. In the recipe, I am going to cheesy chicken packets. SAMOOSA leaves chicken masala and cheese masala fry masala stuff fridge fry I masala stuff online classes നടക്കുന്നുണ്ട് താൽപര്യമുള്ളവർ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു കപ്പ് ബോൺലെസ് ചിക്കൻ ആണ്. ബോൺലെസ് ചിക്കൻ കുഞ്ഞു കുഞ്ഞായിട്ട് മുറിച്ചെടുത്തിരിക്കുകയാണ്. കണ്ടോ? അങ്ങനെ മുറിച്ചെടുത്തിരിക്കുകയാണ്. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ക്രഷ്ഡ് ചില്ലി, 1/2 ടീസ്പൂൺ തന്തൂരി മസാലയാണ്, തന്തൂരി ചിക്കൻ മസാലയാണ്, 1/2 ടീസ്പൂൺ. ഇതില്ലെങ്കിൽ കുറച്ച് ഗരം മസാല, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടിയൊക്കെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെച്ചാൽ മതി. 1/2 ടേബിൾ സ്പൂൺ വിനീഗർ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1/2 ടീസ്പൂൺ, ഫുഡ് കളർ റെഡ് കളർ, ഇത് നിങ്ങൾക്ക് ഓപ്ഷനിലാണ്, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ തൈര്, ഉപ്പ് ആവശ്യത്തിന്. ഇത് സമയമുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ മാറ്റി വെച്ചാൽ മസാലയെല്ലാം നന്നായിട്ട് പിടിക്കും. ഇല്ലെങ്കിൽ പെട്ടെന്ന് ചെയ്താലും കുഴപ്പമില്ല. ചൂടായ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യാം. ചിക്കൻ ഫ്രൈ ചെയ്ത് എടുത്ത് മാറ്റി നല്ല ക്രിസ്പായിട്ട് ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായിട്ട് അതിലേക്ക് ബട്ടർ ചേർക്കാം. 1 ടേബിൾ സ്പൂൺ ബട്ടർ, ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മൈദ. തീ കുറച്ച് വെച്ച് ചേർക്കണേ. ഇതിൽ 1/2 കപ്പ് നിറയെ എടുത്തിട്ടില്ല കേട്ടോ, 1/2 കപ്പ് നിറയെ വേണ്ട. ഇതിലേക്ക് കുറച്ച് ഉപ്പ്, അതുപോലെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഒറിഗാനോ അല്ലെങ്കിൽ മിക്സഡ് ഹെർബ് ചേർക്കാം, അല്ലെങ്കിൽ മല്ലിയില ചേർത്താലും മതി. ചെറിയ തീയിലാണ് ഞാൻ സിമ്മിലിട്ടിട്ടുള്ളത്. ഇത് തിക്കായി വരുന്നുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് ഗ്രേറ്റഡ് ചീസ്, ഞാൻ മൊസറല്ല ചീസാണ് ചേർത്തിട്ടുള്ളത്. ഏത് ചീസാണ് കയ്യിലുള്ളതെന്ന് വെച്ചാൽ അത് ചേർക്കാം. നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട്. മൊസറല്ലയും ചീസും ഒറിഗാനോ എല്ലാം കൂടെ ചേരുമ്പോഴുള്ള നല്ലൊരു ഫ്ലേവർ. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം, 1/2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ചേർത്തു. അത് നന്നായിട്ടൊന്ന് ഇളക്കി. കണ്ടോ, ചീസാണ് ഇങ്ങനെ നൂല് പോലെ കാണുന്നില്ലേ? അപ്പം നല്ല തിക്കായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇത് നന്നായിട്ട് ഇതിലേക്ക് കോട്ട് ചെയ്ത് വരുന്ന പോലെയായിട്ട് ഓഫ് ചെയ്യാം. ചൂടാറുമ്പോൾ ഒന്നും കൂടെ തിക്കാവും. ചീസും എല്ലാം ഒന്ന് ഇതിലേക്ക് പിടിക്കും. ഇത് ഓഫ് ചെയ്യാം. രണ്ട് സമൂസ ഷീറ്റ് വെച്ചു. അതിൻ്റെ മുകളിൽ കുറച്ച് സ്റ്റഫ് വയ്ക്കാം. കുറച്ച് മൈദ ലീഫിൻ്റെ അറ്റത്തെല്ലാം ആക്കി കൊടുക്കാം.
ടൈറ്റായിട്ട് വെച്ച് കൊടുക്കാം. ഇത്രയും പാക്കറ്റ്സ് നമ്മൾ ഉണ്ടാക്കി. ഇത് നമുക്ക് ഇതേപോലെ നോമ്പിന് ഫ്രിഡ്ജിൽ വെക്കാം. നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. തിരിച്ചു മറിച്ചിട്ട് ഗോൾഡൻ ബ്രൗൺ കളറിലാവുമ്പോൾ കോരിയെടുക്കാം. റെസിപ്പി കണ്ടല്ലോ അല്ലേ? എല്ലാവർക്കും ഇഷ്ടമായില്ലേ? വളരെ ഈസി അല്ലേ? നമുക്ക് നേരത്തെ ചെയ്ത് വെക്കാം. അത് കുറച്ച് സ്റ്റഫ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് കുറേ പാക്കറ്റ്സ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നല്ല ക്രിസ്പായിട്ടുണ്ടാവും, ഉള്ളിൽ നല്ല കുറച്ച് ജ്യൂസി ആയിട്ട്. നമ്മൾ ചൂടാക്കുമ്പോൾ ആ ചീസൊക്കെ അങ്ങ് മെൽട്ടാവും. അപ്പോൾ നല്ല ചിക്കനും ഒക്കെ ചേർന്നിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുണ്ടാവും. എല്ലാവരും ട്രൈ ചെയ്യുക. എൻ്റെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം.